അരുമ ശിഷ്യന്മാരെ, നിങ്ങളെ വിശ്വസിച്ച് ഗുരു താഴോട്ട് വരികയാണ്, കൈവിടരുത്. തോമ ഡ്രയർ തപ്പ, തങ്കപ്പ അരിയും പഞ്ചസാര അടിച്ചു മാറ്റ. ഗുരു പരമദ്രോഹികൾ മേശ ഡ്രയർ ഊരിക്കൊണ്ടുപോയി. എന്തുവാടാ സ്റ്റേഷനറി? അയ്യോ മാറില്ല മാറില്ല. പഞ്ചസാര ഇവിടെ ഉണ്ട്, ഇഞ്ഞു വാ. വാ തങ്കപ്പ, ചാക്ക് ഇങ്ങോട്ട് വാ. വാ വാ വാ. Come on, come on, come on. ഗുരു ഗുരു, അയ്യോ എന്തോ സ്റ്റോക്ക് തീർന്നു. ദേ ഇതും കഴിച്ച് വേഗം അങ്ങ് സ്ഥലം വിട്ടോ, സൂര്യൻ ഉദിക്കാറായി. ഉദിക്കട്ടെ. ഇന്നിവിടെ സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യമാകും ഞങ്ങള്. ഇന്ന് ഞങ്ങൾ ഒരുപാട് അധ്വാനിച്ച ദിവസമാ. കൊച്ചേട്ടൻ കിടന്നോ? ഞങ്ങൾ ഇതെല്ലാം ഭംഗിയായിട്ട് കഴിച്ച് കാശ് ഇവിടെ വെച്ചിട്ട് വാതിലിയാരിപ്പൊക്കൊള്ളാം. ഫസ്റ്റ് പുള്ളികള് വിശ്വസിച്ചേൽപ്പിക്കാം. എന്റെ കരളെ, എന്നെ വിളിച്ചോ? നിങ്ങളെയല്ല, ഇവൻ എന്നോട് വലിയ സ്നേഹമാ. കരളേന്ന് വിളിച്ചത് എന്നെയാ. ഓ, എന്താടാ തോമ? നീ ഇല്ലാത്ത ജീവിതത്തെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ. നീ ചിന്തിക്കുകയേ വേണ്ട. ജീവിത അവസാനം വരെ ഞാൻ നിന്നെ വിട്ടു പോവില്ലടാ. നിന്റെ അപ്പന്റെ ഒപ്പം നിൽക്കാനുള്ള കെൽപ്പ് എനിക്ക് എന്നുണ്ടാകുന്നോ ആ നിമിഷം ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേര്. എന്റെ അപ്പന്റെ ഒപ്പം നിൽക്കാൻ നിനക്ക് ഈ ജന്മം പോരടാ തോരപ്പാ. അരച്ച കരിയും 5 കിലോ പാമായിലും 3 കിലോ ഗോതമ്പും മോഷ്ടിച്ച് അത് 3ആയി വീതിച്ച് വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ട് ഞാൻ എന്നാ രാധികയെ നിന്നെ കെട്ടുന്നത്? എടാ തോമ, അപ്പൊ നീ എന്നോടല്ലേ ഇതുവരെ സംസാരിച്ചത്? ഓടാ പുല്ലേ, ഞാൻ എന്റെ രാധികയോട് സംസാരിക്കായിരുന്നു. എന്റെ പൊന്നു ദോസ്തുക്കളെ, ആ കാശും തന്നിട്ട് വേഗം അങ്ങ് സ്ഥലം വിട്ടോ. 110 രൂപ 50 പൈസ. കൊടു. 110 രൂപ 50 പൈസ. നീ കൊടു 110 രൂപ 50 പൈസ. അല്ല, ആശാൻ കൊടുക്കട്ടെ. ആശാനെ, ആശാനെ തരം കേട്ട്, തരം കേട്ട്. ഇനി 2 ദിവസം കഴിഞ്ഞിട്ട് നോക്കിയാ മതി. ഫുൾ സീറ്റാ. അപ്പൊ ഞങ്ങൾ എന്നാ ഇറങ്ങട്ടെ. അപ്പൊ എന്റെ കാശ്? കാശല്ലേ ഈ ഇരിക്കുന്നത്. സർക്കാർ 5000 രൂപ വില പറഞ്ഞ ഉരുപ്പടിയായത്. കാലത്ത് പിടിച്ചു കൊടുത്ത അപ്പൊ കിട്ടും രൂപ 5000. 110 രൂപ 50 പൈസ കഴിച്ചു. ബാക്കി 4889 രൂപ 50 പൈസ നാളെ ഞങ്ങൾക്ക് തന്നേക്കണം. തന്നില്ലെങ്കിൽ ഒരനാഥ പ്രേതം പുളിങ്കുന്ന് പുഴയിൽ പൊങ്ങിക്കിടക്കും. അതിനിടയാക്കരുതേ കൊച്ചേട്ടാ. ഗുഡ് നൈറ്റ്. എന്റെ കർത്താവേ. என்ன வேணும் சார்? என்ன இருக்கு? மசால் தோசை, ஊத்தப்பம், இட்லி, வடை, பொங்கல், சப்பாத்தி, பரோட்டா. மசால தோசை என்ன விலை? 4 ரூபா 50 காசு. பிளைன் தோசை 3 ரூபா 50 காசு. வடை 1 ரூபா. ஒரு சாய மாத்திரம் கொடு. டேய் சுப்பிரமணி, ஐயர் வந்துட்டு இருக்காரு. சம்பு ஐயர். ஒரு ஸ்பெஷல் டீ, ஒரு ஸ்பெஷல் மசாலா தோசை, எல்லாம் மாமூல். സൗഖ്യമാ? സൗഖ്യം. ഉட்காரு. പാതിരാ തങ്കപ്പ, എടാ ഭയങ്കര. ദിനത്തന്തി വരില്ല എന്നേക്ക്? വന്നിരിക്കേ. കൊണ്ടിക്കോട്. അവിടെ മുങ്ങിട്ട് അവൻ ഇവിടെ പൊങ്ങിയ. വെള്ളപ്പകുതിയിൽ മുതലമേച്ചർ മഴയിൽ നനയുകൊണ്ടേ കുറകളെ കേട്ടാർ. ബാധിക്കപ്പെട്ടവർക്ക് ഉണവ് പൊട്ടളം. മലയാളം പോലും വായിക്കാൻ അറിയാത്ത ഇവൻ തമിഴ് വായിക്കുന്ന. തേങ്ങിക്കിടക്കും തണ്ണീரை പമ്പ് വൈത്ത് അകற்ற അധികാരികൾക്ക് കട്ടളയിട്ടാർ. എടാ തങ്കപ്പ, എടാ പാതിരാ തങ്കപ്പ, തങ്കപ്പ നിലവാ പുല്ലേ അവിടെ. ഞാനാണ് തങ്കപ്പ.
പാതിരാവാ യാർനീ യാർനിയാ എടാ ഞാൻ തോമ തൊരപ്പൻ. തുറപ്പനാ? എന്ത് തുറപ്പൻ? എന്നെ നിനക്കറിയില്ലേ? നീ പേശരുത് എന്നെ മൊഴി. ഒണ്ണുമേ പുരിയില്ലേ? ഉനക്ക് എന്നപ്പാ വേണോ? എടാ തെണ്ടി, പകല് മുഴുവൻ ഉറങ്ങുകയും പാതിരാക്കി ഡ്രാക്കുളയെ പോലെ എഴുന്നേറ്റ് മോഷ്ടിക്കുകയും ചെയ്യുന്ന നിനക്ക് പാതിരാ തങ്കപ്പൻ എന്ന് ഓമന പേരിട്ട ഈ തൊരപ്പൻ തോമയെ നീ മറന്നുപോയടാ. പൈത്യം, എനിക്ക് നിറയെ വേല ഇരിക്ക്. അപ്പൊ നീ തങ്കപ്പൻ അല്ലയാ? ഇല്ല. മലയാളം തെരിയാതാ? തെരിയാത് തെരിയാത് തെരിയാത്. സോറി, ഞാൻ വേറെ മനിതനെന്ന് നനച്ചേ. വണക്കം. വണക്കം. അയ്യോ അയ്യോ, എന്നെ കൊല്ലല്ലേ, എന്നെ കൊല്ലല്ലേ. അപ്പൊ നീ മലയാളം മറന്നിട്ടില്ലല്ലേ? മുഴുവനായിട്ട് പറഞ്ഞിട്ടില്ല. അയ്യോ അയ്യോ തോമാ. അപ്പൊ നീ പേരും പറഞ്ഞിട്ടില്ലല്ലേ? ഞാനിപ്പോ ഒരു പുതിയ മനുഷ്യനാ. ജാതി മാറി, പേര് മാറി, പെണ്ണും കെട്ടി, ഭാര്യയുടെ പേര് ജ്ഞാനസുന്ദരി. എന്നെ വിട്ടേക്ക്. എന്റെ പൂർവ്വചരിത്രം ഇവിടെങ്ങാനും പറഞ്ഞാൽ അതോടെ എല്ലാം തീരും. ഇന്ന് ഞാൻ ശംഭു അയ്യരാണ്. മോഷണം, പിടിച്ചു പറയി തുടങ്ങിയ കലകളെല്ലാം ഞാൻ ഉപേക്ഷിച്ചു. സ്ത്രീധനമായിട്ട് എനിക്ക് 2 ടാക്സി കാറുകൾ കിട്ടി. എന്റെ കഠിനാധ്വാനം കൊണ്ട് ഞാനത് 4 ടാക്സി കാറാക്കി. നീ ജയിലിൽ ചാടിയോ? അല്ല, പരോളിലാണ്. 2 ദിവസത്തിനകം തിരിച്ചു തന്നില്ലെങ്കിൽ ഞാനും നിന്നെ പോലാവും. ഏതായാലും നിന്നെ കണ്ടത് നന്നായാലേ. നമുക്ക് നിന്റെ വീട്ടിലോട്ട് പോവാം. നിന്റെ ഭാര്യയും ബന്ധുക്കളെയൊക്കെ എനിക്കൊന്ന് പരിചയപ്പെടാമല്ലോ. അത് മാത്രം വേണ്ട. അത് ബ്രാഹ്മണന്മാരല്ലാത്ത സുഹൃത്തുക്കൾ എനിക്കുണ്ടെന്ന് എന്റെ ഭാര്യ അറിഞ്ഞാൽ അത് കുഴപ്പം ചെയ്യും. ബ്രാഹ്മണനോ? അതെ, ശംഭു അയ്യർ. എന്നാലും നമ്മൾ തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെ പേരിൽ നിന്റെ ഭാര്യയെ ഞാനൊന്ന് പരിചയപ്പെട്ടില്ലെങ്കിൽ യാതൊരു കുഴപ്പമില്ല. പിന്നെ ഞാൻ എവിടെ ഒന്ന് തങ്ങുന്നത്? അത് ഇവിടുന്ന് നേരെ അങ്ങോട്ട് ചെന്നിട്ട് ഇടത്തോട്ട് തിരിഞ്ഞാൽ അവിടെ നല്ലൊരു തുക്കട ലോഡ്ജ് ഉണ്ട്. അവിടെ തങ്ങിക്കും. തുക്കട ലോഡ്ജ്? അതെ, നിന്റെ സ്റ്റാൻഡേർഡിന് യോജിക്കണല്ലോ. ഞാൻ വൈകുന്നേരം വരാം. വരണമെന്നില്ല, വൈകുന്നേരം പോലീസ് അവിടെ എത്തും. നിനക്കൊരു കാര്യം അറിയാവൂ, നിന്നെ പിടിച്ചു കൊടുത്താ എനിക്ക് 10,000 രൂപ ഗവൺമെന്റ് തരും. ഇനാം പ്രഖ്യാപിച്ചത്. ആ പണം കൊണ്ട് ഏതെങ്കിലും വലിയ ഹോട്ടലിൽ താമസിക്കാൻ ഒക്കുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഗുഡ് ബൈ. ഇതാണ് നിന്റെ കുഴപ്പം. ഒരു തമാശ പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള കഴിവ് ഇപ്പോഴും നിനക്കില്ല. എന്റെ വീട്ടിലൊഴിച്ച് എവിടെയാ നിനക്ക് താമസിക്കേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഏർപ്പാട് ചെയ്യാം. എനിക്കൊരു 5 സ്റ്റാർ ഹോട്ടലിൽ താമസിക്കണം. അത് വേണോ? വേണം. 2 ദിവസമെങ്കിൽ 2 ദിവസം. അന്തസ്സുള്ള കള്ളന്മാരെ പോലെ എനിക്കൊന്ന് സൂഹിക്കണം. வெயிட் பண்ண வேணாம். காலையில கலெக்ஷனோட வீட்டுக்கு வா. நாங்க எங்க போனது வந்தது யாருக்கிட்டே சொல்ல வேணாம். என்ன? ശരി സാർ. എന്തിനാണ് ഈശ്വര എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? കാപാലികന്മാരുടെ കയ്യിൽ നിന്ന് കഷ്ടിച്ചാണ് ഇന്നലെ രക്ഷപ്പെട്ടത്. കൊള്ളയും കൊള്ളിവെപ്പും ഞാൻ എന്നേ നിർത്തിയില്ലേ ഈശ്വര. എന്റെ സമാധാന ജീവിതം തകർക്കല്ലേ. എന്തൊക്കെ പറഞ്ഞാലും എന്റെ പടം ടിവിയിൽ വരുത്തിയത് കുറച്ച് കടന്നു കൈയായിപ്പോയി. ഏതായാലും വന്നത് വന്നു. ഇനിയും എന്നെ സെൻട്രൽ ജയിലിലേക്ക് അയക്കല്ലേ മുറുഹ. இது என் மகள் ஞானம். ഹലോ. நமஸ்காரம். ஞானம், இவர் யார் மாதிரி இருக்கு? அது வந்து இறந்து போன உன் அண்ணன் சுப்பிரமணியம் மாதிரி இல்லே? ஆமாப்பா, அண்ணா மாதிரியே இருக்கார். அதே கண்ணு, அதே மூக்கு, அதே மீசை. கார் ஆக்சிடென்ட்ல அடிபட்டு சாகும் போது தலையில் இந்த மாதிரி 2 கெட்டு இருந்தது. இந்த மூஞ்சியை பார்க்கும் போது அந்த டெட் பாடியே வந்து முன்னால நிக்கிற மாதிரி தோணுது. அப்பா, இவர் யாருப்பா? இவரு கேரளாவிலே பெரிய போலீஸ் ஆபீசர். அப்படியா? வாங்க, ஆத்துக்குள்ள வாங்க. വാങ്ക. வாங்கோ, வாங்கோ. அப்பா, இவருக்கு தலையில என்னாச்சு? ஏதோ அயோக்கிய ராஸ்கல் அடிச்சு உதைச்சு இந்த கதிக்கு ஏதாக்கிட்ட. அச்சச்சோ. கோயில இருந்து வரும்போது நடு ரோட்ல படுத்து நின்றார். அப்புறம் கர்ப்பா, என் கண்ணுல படாம இருந்தா இவருக்கும் நிச்சயமா உன் அண்ணன் கதியே வந்திருக்கும். பாவம். ஆமா, சம்பு எங்கே? பூஜை பண்ணிட்டு இருக்க. கூப்பிடவனே. ആര് ശുംഭു? சும்பு அல்லப்பா, சம்பு, என் மருமக புள்ள. என்ன? എന്നാ பூஜை முடிச்சிட்டேளா? சித்த வரேளா? എന്നാ
அப்பா கூட யார் வந்திருக்கான்னு பாருங்க. யாரு வந்திருக்கு? செத்து போன எங்க அண்ணா மாதிரியே ஒருத்தர். அப்படியா? என் மர்ம பிள்ளையானதுனால சொல்லவில்லை, அவர் ஹரிச்சந்திர மாதிரி. എല്ലാം ഞാൻ വിശദമായിട്ട് പിന്നീട് പറയാം. തൽക്കാലം എന്നെ ഇവിടെ നാട്ടിക്കല്ലേ സാർ. പ്ലീസ്. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, കുറ്റം ചെയ്തവനെ ശിക്ഷിക്കുന്നത് എന്തിനാണ് സാർ? അവനൊരു പാഠം പഠിപ്പിക്കാൻ. ആണല്ലോ. പാഠം പഠിച്ചു കഴിഞ്ഞവനെ പിന്നെയും പിടിച്ചുകൊണ്ടുപോയി ശിക്ഷിക്കേണ്ട കാര്യമുണ്ടോ? ഞാനിപ്പോ മര്യാദക്കാരനാണ്, കുറ്റവാളിയല്ല. 24 മണിക്കൂർ അധ്വാനിച്ച് ഒരു കുടുംബം പുലർത്തുന്നവനാണ്. ഇനിയും എന്നെ അഴിക്കകത്താക്കിയാൽ അതോടെ എന്റെ കുടുംബം വെള്ളത്തിലാകും. ഞാനൊരു സ്ഥിരം കുറ്റവാളിയായി മാറും. അങ്ങനെ മാറിയാൽ ഈ വിൻസെന്റ് ഡിസൂസ ഇടിച്ച് നിന്റെ അസ്ഥി കലക്കും. ഒരുത്തന്റെ അസ്ഥി കലക്കാൻ ഏത് മണ്ടനും കഴിഞ്ഞു എന്ന് വരും. പക്ഷെ കലങ്ങിയ അസ്ഥി ശരിപ്പെടുത്തി എടുക്കാൻ കുറച്ച് മിടുക്ക് വേണം. സാർ എത്ര വട്ടം പറഞ്ഞു ഞങ്ങൾ ആരെയും കൊല്ലാൻ ശ്രമിച്ചിട്ടില്ല. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്ത് വന്നാലും ഞാൻ രണ്ടെണ്ണത്തിനെ പിടിക്കും. എന്നാ പിടിക്ക്. പക്ഷെ നിരപരാധികളായ ഞങ്ങളുടെ മനസ്സിന്റെ ശാപമേറ്റ് സാറും സാറിന്റെ കുടുംബവും നശിച്ച് വെള്ളത്തിലാകും. നോക്കി. എന്റെ പ്രശ്നം തനിക്കറിയാമോ? ആഭ്യന്തര മന്ത്രിയുടെ ബന്ധുവായതുകൊണ്ടാണ് എന്നെ കേസ് പിടിക്കാൻ വിട്ടതെന്നും ഞാനിവിടെ ചുമ്മാ ഊരി ചുറ്റിക്കൊണ്ടിരിക്കുകയാണെന്നും ഒക്കെയാണ് പ്രതിപക്ഷത്തെ ദുഷ്ടന്മാർ അസംബ്ലിയിൽ വിളിച്ചു കൂവിക്കൊണ്ടിരിക്കുന്നത്. പാവം മന്ത്രി അമ്മാവൻ പ്രതിപക്ഷത്തിന് ചുട്ട മറുപടി കൊടുക്കാനാവാതെ അമ്മാവൻ കിടന്ന് ശ്വാസം മുട്ടുകയാണ്. എന്റെ വരവിന്റെ ഉദ്ദേശം നിങ്ങളെ പിടിക്കൽ മാത്രമല്ല, അധോലോക തെണ്ടികളായ KR-നെയും വിക്രമനെയും എനിക്ക് പൂട്ടണം. ഏത് വിക്രമൻ? നിങ്ങളെ കൊലയാളികളായി തെറ്റിദ്ധരിച്ചിരിക്കുന്ന അതേ വിക്രമൻ തന്നെ. KR-ഉം ഈ വിക്രമനും ഒന്നിച്ച് പ്രവർത്തിച്ചിരുന്നവരാണ്. മയക്കുമരുന്ന്, കൊല, ആയുധക്കള്ളക്കടത്ത് എന്നിവയൊക്കെയായിരുന്നു ഇവരുടെ ഏർപ്പാട്. ഇവർ തമ്മിൽ തല്ലി പിരിഞ്ഞപ്പോൾ പരസ്പരം പാര വയ്ക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഇന്റലിജൻസിന് ഈ വിവരങ്ങളെല്ലാം കിട്ടുന്നത്. അത് ശരി. ഇത്രയും വലിയ ചെറ്റകളെ സുഖിക്കാൻ വിട്ടിട്ടാണ് ഈ നിസ്സാരക്കാരായ ഞങ്ങളുടെ പുറകെ സാർ നടക്കുന്നത്. ഒരുത്തരം ഞാൻ വെറുതെ വിടില്ല. അവന്മാരെ ഞാൻ പിടിച്ചാൽ മന്ത്രി അമ്മാവനെ ആണുങ്ങളെ പോലെ തലയുയർത്തി നടക്കാൻ നോക്കും. അപ്പൊ പിടിക്കണം സാർ. തടി കൊണ്ടും ബുദ്ധി കൊണ്ടും എന്ത് സഹായം വേണമെന്ന് പറ, ഞാൻ ചെയ്യാം.